Hello friends, welcome to our channel nathoonztipsstitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചക്കപ്പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചക്കപ്പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ചക്ക ചുള പറിച്ച് അതിൻ്റെ ചവണിയും കുരും ഒക്കെ കളഞ്ഞ് നന്നായി ചെറുതാക്കി അരിഞ്ഞ് ഒരു കുക്കറിലിട്ടിട്ട് അത് നന്നായി നമുക്ക് വേവിച്ചെടുക്കാം. നന്നായി വെന്തതിന് ശേഷം വേണം നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട്. അതിന് വേണ്ടി നമുക്കിത് ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര വലിയൊരു ഉണ്ട ശർക്കരയായിരുന്നു. അതിനെ നമ്മൾ ഇടിച്ച് ചതച്ച് അത് നമുക്കൊരു പാത്രത്തിലിട്ട് ഉരുക്കിയെടുക്കാം. തേങ്ങ നന്നായി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് ഈ നെയ്യിലേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച ആ ചക്കച്ചോള വേവിച്ച ചക്കച്ചോള നമുക്ക് ഈ ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഉരുളിയിൽ നെയ്യിലിട്ടിട്ട് നന്നായി ഒന്ന് ആ വെന്ത ചക്കയെ നമുക്ക് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റണം, നന്നായി റോസ്റ്റ് ആവണം. അതുവരെ നമുക്ക് നന്നായി ചക്ക വഴറ്റി നന്നായി ഇളക്കി കൈവിടാണ്ട് വഴറ്റി കൊടുക്കാം. ചക്ക നന്നായി ഇങ്ങനെ അതാ നെയ്യിൽ കിടന്ന് ചേരണം. നെയ്യിൽ കിടന്ന് നന്നായി വെന്ത് ചേരണം. ചക്കച്ചോളം അങ്ങനെ വേറെ കിടക്കാൻ പാടില്ല. അതുവരയ്ക്ക് നമുക്ക് നെയ്യിലിട്ട് വഴറ്റാം. നമുക്ക് നമ്മുടെ ഉരുക്കി വെച്ച ശർക്കര ഉരുക്കി വെച്ചത് നമ്മുടെ ഈ റോസ്റ്റ് ചെയ്ത ഈ വെന്ത ചക്കയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നീരിൽ കിടന്ന് കുറച്ച് നേരം നന്നായി കിടന്ന് വേവണം. ശർക്കര നീര് ചക്കച്ചോളയും കൂടി നന്നായി വെന്ത് അതിൽ കിടന്ന് ഒരു 10 മിനിറ്റെങ്കിലും ഈ ചക്കയിലെ ഇതിലേക്ക് നമുക്ക് ശർക്കര നീര് ഒഴിച്ച് വേവണം. അത് കഴിഞ്ഞ് നമ്മുടെ 1-ാം പാല് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാല് മുഴുവൻ ഈ ശർക്കര നീരിൽ വെന്ത് കിടക്കണ ചക്കയിലേക്ക് നമുക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത് നന്നായി അതിൽ കിടന്ന് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായി വേവണം. കിടന്നിട്ട് ഇപ്പോൾ ഒരുവിധം നമ്മുടെ പായസം വറ്റി ശർക്കര നീരും തേങ്ങാപ്പാലും കിടന്ന് നന്നായി വറ്റി വരുന്നുണ്ട്. നല്ല മാതിരി വറ്റി കുറുതാവണം. നല്ല കുറുതായിട്ട് വേണം നമുക്കത് തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. നമ്മുടെ ചക്കപ്പായസം സൂപ്പർ ടേസ്റ്റ്. ഒരു എല്ലാ പായസത്തിനും നല്ല പായസമാണ്. നമ്മൾ 1-ാം പാൽ നമ്മൾ ഒഴിക്കാൻ നമുക്കതിലേക്ക് 1-ാം പാൽ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി നന്നായി ഒന്ന് തിളയ്ക്കണം. ഒന്നാം പാൽ ഒഴിച്ച് നന്നായി തിള വരുമ്പോൾ നമുക്ക് നമ്മുടെ ചുക്കും ജീരകവും ഏലക്കായും ഒക്കെ കൂടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ പായസം ഒരുവിധം വറ്റി കഴിഞ്ഞു. 1-ാം പാൽ ഒഴിച്ച് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പൊടി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടി ചുക്കും ജീരകം ഏലക്കായും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പായസം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കപ്പായസം നമുക്കിതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടില്ലേ? നല്ല കൊതിയൂറുന്ന ടേസ്റ്റുള്ള ചക്കപ്പായസമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.